ജനം തന്നെ പറയുന്നത് സർക്കാരിൻ്റെ വരുമാനം പോകും. എന്തിനാണ് സർക്കാരിന് വരുമാനം? ഓരോ വർഷവും കോടികളുടെ നഷ്ടമാണ് ഈ മദ്യക്കച്ചവടം മൂലം സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് മദ്യം എങ്ങനെ നിരോധിക്കും? മദ്യം പെട്ടെന്ന് നിരോധിച്ചപ്പോൾ ഇവിടെ ഇന്ന് വരെ നിരോധനങ്ങൾ വന്നതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മദ്യ നിരോധനമായാലും ചെയ്ത രീതി, നിരോധനം വേണം, പക്ഷെ ചെയ്ത രീതി തെറ്റാണ്. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാന്നല്ല, ലിറ്ററലി പറയാന്നല്ലാതെ സത്യത്തില് സ്വാതന്ത്ര്യം നമുക്കില്ല. മനുഷ്യനായി ജനിക്കുന്ന ഒരാള് മൃഗമായി ജീവിക്കുന്നു, മൃഗമായി മരണമടയുന്നു. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തനായൊരു മനുഷ്യനാണ് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും കഞ്ചാവിനും അടിമപ്പെട്ട് ഒരുപാട് അക്രമങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല കാരണം നമുക്കറിയാം, മദ്യം തന്നെയാണ്. മദ്യത്തിനായിട്ടും വീര്യം കൂടിയ ലഹരികൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവർ മറ്റുള്ള മയക്കുമരുന്നുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉടൻ തന്നെ മദ്യനിരോധനം കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി കഠിനമായ ഉപവാസവും മറ്റ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജോസഫ് ഏട്ടന് മദ്യവിമോചന മഹാസഖ്യം എന്ന ആ സംഘടനയുടെ പ്രസിഡൻ്റായ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പോൾ ചെവിടെ സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ ആഗ്രഹിച്ചല്ല ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ഈ സംഘടന ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഘടനയാണ്. ഈ മദ്യം എന്ന ഒരു വിപത്ത്, ലഹരി എന്ന ഒരു വിപത്ത് ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് സ്വതന്ത്രമായി. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാന്നല്ല, ലിറ്ററലി പറയാന്നല്ലാതെ സത്യത്തില് സ്വാതന്ത്ര്യം നമുക്കില്ല. ഇപ്പം നമ്മൾക്ക് ഈ ഗവൺമെൻറ്റിനോ ഈ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർക്കോ എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളെ അഴിക്കുള്ളിലാക്കാൻ പോലും ഇവർ മടിക്കില്ല. അത്ര ഒരു രാജീയ ഭരണത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ഭരണ സംവിധാനങ്ങളാണ് രണ്ട് മുന്നണികളും. ഒരാൾ തന്നെയല്ല, രാഷ്ട്രീയം ഇടപെടുന്ന ആൾക്കാർ അത് പബ്ലിക്കിന് വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ ഇതുവരെ ഈ മദ്യവിരുദ്ധ പ്രവർത്തനത്തിനായിട്ട് ഒരുപാട് സംഘടനകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഇതുവരെ ഒരു സംഭവം ഇതുകൊണ്ട് നേടാൻ സാധിച്ചില്ല. 48 കൊല്ലമായി ഈ സംഘടന മദ്യവിരുദ്ധ സംഘടനകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ദിവസം തോറും ദൈനംദിനം മദ്യം ഇവിടെ ലഹരി ഇവിടെ വർദ്ധിക്കുന്നതല്ലാതെ ഈ മദ്യവിരുദ്ധ സമിതികൾ അവരാക്ഷേപിക്കുകയല്ല. അതുകൊണ്ട് ഒരു നേട്ടം കൈവരിക്കാനോ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തെങ്കിലും സെൻസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനോ പബ്ലിക്കിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് റാണി ആൻഡോ. ഞാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകയാണ്. ഞാൻ ഇവിടെ വന്നത് വ്യക്തിപരമായിട്ടാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഇവിടെ നിന്ന് നിരാഹാരം കെടുക്കുന്നത് ഞങ്ങളുടെ സഹോദരൻ കൂടിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി എന്നും ഈ സംഘടനയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, ഈ ജനുവരി മുഴുവൻ ചോരപ്പുഴയായിരുന്നു കേരളത്തിൽ. എന്തുകൊണ്ട്? മദ്യപാനം അതുപോലെയുള്ള പലതരം ലഹരികൾ ഇന്ന് കേരളത്തിനെ കീഴടക്കി. മദ്യത്തിലാണ് ആളുകൾ തുടങ്ങുന്നത്. ആ മദ്യത്തിൻ്റെ ലഹരി മതിയാവാതെ വരുമ്പോഴാണ് ഇന്ന് മറ്റ് ലഹരികൾ അവസാനം ഈ കഞ്ചാവും മയക്കുമരുന്നും MDMA ഒന്നും പറ്റാണ്ടാവുമ്പോൾ പാമ്പിനെ കൊണ്ട് നാക്കിൽ കൊത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ യുവജനങ്ങൾ എത്തുന്നുണ്ടെന്നാണ് നമ്മളറിയുന്നത്. ഇതിനെതിരെ എന്തുമാത്രം കുടുംബങ്ങളിലാണ് മാതാപിതാക്കളെ വീടിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന മകൻ? അവനൊരിക്കലും നോർമലല്ല. അവൻ ഏതോ ഒരു ലഹരിക്ക് അടിമപ്പെടും. ലഹരികൾ പല വിധത്തിലുണ്ട്. നമുക്ക് നന്നായി ജോലി ചെയ്യുന്നവർക്കൊരു ലഹരിയാണ്, അത്തരം ലഹരിയല്ല ഈ മദ്യം. ഇവിടെ വലിയ വിപത്ത് കേരളത്തിന് സമ്മാനിക്കുന്നുണ്ട്. മുക്കിന് മുഴുവൻ അവിടെ മുക്കിന് മുഴുവൻ ക്യാമറകളും അങ്ങനെയുള്ള സംരക്ഷണങ്ങളും കൊടുക്കുമ്പോൾ കേരളത്തിൽ മുക്കിന് മുഴുവൻ ബാറുകളും ബിവറേജുകളും മറ്റുള്ള കള്ളുഷാപ്പുകളാണ് വരുന്നത്. ഇത് ജനങ്ങൾക്ക് വലിയൊരു വിപത്തുണ്ടാക്കുന്നുണ്ട്. യുവജനത തലമുറയെ ഭയങ്കരമായി വഴിതെറ്റിക്കുന്നുണ്ട്. അവര് മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ബന്ധുക്കളോടും സമൂഹത്തിനോടും
ഇങ്ങനെ പെരുമാറണം എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി മറ്റൊരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ്. ജനുവരിയിൽ മാത്രം എത്ര കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളതിന് ചെറിയൊരു കണക്കെടുത്താൽ മതി. അതിൽ കൂടുതലും ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മദ്യപാനത്തിൽ തുടങ്ങി മറ്റ് പലതിലേക്കും കടന്നു കൂടിയതിൻ്റെ ഒരു നേർക്കാഴ്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പേര് പ്രേംദാസ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് കാലത്ത് മദ്യം നിരോധിക്കില്ല എന്നുള്ളത് കാരണം അതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ് വെറും 26 മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് 826 മദ്യഷാപ്പായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇവരുടെ കാലത്ത് അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ 2028 ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്നു. ജൂണിൽ മദ്യനിരോധനം നടപ്പാക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമുക്ക് ഇതിൻ്റെ കൂടെ നിന്ന് 2028 ജൂണിൽ കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കിയിരിക്കും. തീർച്ചയായിട്ടും ഈ മദ്യം എന്ന വിഷസർപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂത്തെറിഞ്ഞേ മതിയാകൂ. സകല ലഹരി പദാർത്ഥങ്ങളും സർക്കാർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അത് നടപ്പിലാകുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ജെയിംസ് ചിറ്റലപ്പള്ളി 33 കൊല്ലം അധ്യാപകനായിരുന്നു. ഈ അധ്യാപകൻ എന്നുള്ള കാലത്ത് സമൂഹത്തിലേക്ക് നമ്മൾ പലപ്പോഴും കണ്ണോടിച്ചപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥി തലമുറ, ഇന്നത്തെ യുവാക്കൾ ഒക്കെ ഒരു തെറ്റായ സഞ്ചാരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ജോസഫേട്ടൻ ഇവിടെ നടത്തുന്ന ഈ 102 മണിക്കൂർ നേരത്തെ നിരാഹാര സമരം വാസ്തവത്തിൽ കേരളീയരുടെ ആളുകളെ, മലയാളികളെ കണ്ണു തുറപ്പിക്കാൻ, പ്രത്യേകിച്ച് ഭരണാധികാരികളെ കണ്ണു തുറപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു സമരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ തൃശ്ശിവ പേരൂരിനെ ജോസഫേട്ടൻ ഒരു മുതൽക്കൂട്ടാണ്. മദ്യനിരോധനം മാത്രം പോരാ, സമ്പൂർണ്ണ ലഹരി നിരോധനത്തിലേക്ക് സംസ്ഥാനം വളരണം. മനുഷ്യനായി ജനിക്കുന്ന ഒരാൾ മൃഗമായി ജീവിക്കുന്നു, മൃഗമായി മരണമടയുന്നു. ഒരു മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ, ഒരു വ്യക്തിയുടെ സംഭാവന സമൂഹത്തിലേക്ക് ലഭിക്കാതെ വരുന്നു. ഒരു മനുഷ്യജീവൻ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഈ ഭൂമുഖത്തോട് തന്നെ വിട ചോദിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കേരളത്തിലേക്ക് ഗാന്ധിജിയുടെ മാർഗങ്ങൾ, അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുവാൻ മാതൃകയായ പ്രവർത്തനങ്ങൾ, ഊർജ്ജസ്വലമായ ചടുലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നാണ് ഈ മഹാസഖ്യത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പരിപാടികളിൽ നമ്മുടെ പ്രിയപ്പെട്ട മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന എൻ്റെ സുഹൃത്ത് ജോസഫിന് ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. 2008 അദ്ദേഹം ഒറ്റയാനായി തുടങ്ങി ഓരോ കൊല്ലവും 6 മണിക്കൂർ കൂടി ഇപ്പോൾ 102 മണിക്കൂർ ഈ ചൂടത്ത് ഇവിടെ നിന്നു നമ്മളൊക്കെ കാഴ്ചക്കാരായി ഏതാണ്ട് അവസാനിക്കാനുള്ള ചെല്ലുകയാണ്. ഇതിൻ്റെ വിശദാംശം എടുക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ കാര്യം എനിക്ക് പറയാനുള്ളൂ. മഹാത്മജി നമ്മെ പഠിപ്പിച്ചത് അടിമത്തം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല, ഗാന്ധിയഞ്ചേരിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് മനസ്സാക്ഷിയുള്ള ആളുകളെ ചിന്തിക്കാൻ കാരണം ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം തന്ന മാതാവിനോടുള്ള ശിക്ഷയാണ് എന്ന് പറയത്തക്ക വിധം നമ്മുടെ നാട് അധപ്പതിച്ചുവെങ്കിൽ ദൈവത്തിന്റെ നാട് ഇന്ന് ചെകുത്താന്റെ നാടായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. അതെ, നമ്മുടെ 102 മണിക്കൂർ നിരാഹാരം സംസ്ഥാന അധ്യക്ഷനെ നിരാഹാരം അവസാനിക്കുകയാണ്. അവസാനം സമാപനം നാരങ്ങാനീര് നൽകിക്കൊണ്ട് നമ്മുടെ ബഹുമാനീയനായ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ സാർ ജോസഫ് സാറിന് നൽകിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ആ ഒരു കർമ്മത്തിലേക്ക് തേറമ്പിൽ സാറിനെ ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ 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 നമ്മുടെ നേതാവിന് അഭിവാദ്യങ്ങൾ ജോസഫേട്ടന് അഭിവാദ്യങ്ങൾ 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 ജോസഫേട്ടന് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ജോസഫ് സാറിന് അഭിവാദ്യങ്ങൾ ജോസഫ് സാറിന് അഭിവാദ്യങ്ങൾ 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 ജോസഫ് സാറിന് അഭിവാദ്യങ്ങൾ
യുവജന മഹാസഖ്യം സംസ്ഥാന സെക്രട്ടറി ശ്രീ കമറുദ്ദീൻ വെളിയങ്കോട് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് ക്ഷണിച്ച് ഈ ഒരു ക്ഷേതാവിന് ആദരം അർപ്പിക്കുന്നു. ഉപവാസം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫ്രൂട്ട്സ് വിതരണമുണ്ട്. എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കണം. ഒരുപാട് നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടുകൂടി നമ്മുടെ ഒരു സന്തോഷ ദിനം ആഘോഷിക്കണം. ഫ്രൂട്ട്സ് കഴിച്ച് എല്ലാവരും ആഘോഷിക്കണം. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ തൃശൂർ ജില്ലാ അധ്യക്ഷ ജോസഫ് സാറിനെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ സർക്കാർ മദ്യം നിരോധിക്കേണ്ടതാണെന്ന് ജനങ്ങൾക്ക് ആദ്യം തോന്നലുണ്ടാവട്ടെ. അപ്പൊ ജനങ്ങൾക്കത് മനസ്സിലാവണം. ഇങ്ങനെ ആളുകളൊക്കെ ത്യാഗപൂർവ്വം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് 108 മണിക്കൂറാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ 102 മണിക്കൂർ ഉപവസിച്ച ഇവിടെ നിന്ന് പദയാത്രയായി തിരുവനന്തപുരത്ത് പോയി അവിടെ ഉപവസിക്കണം എന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രത്തിലെ സകല ആളുകളും അവിടുത്തെ നേതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കണം, ജനം മുഴുവൻ ഇങ്ങോട്ട് ഇതിനെതിരെ ആർത്തിരിപ്പ് വരാണ്. നമുക്ക് അധികാരം കിട്ടിയാൽ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇതേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അവിടേക്കും വരും എന്ന് അവർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടമാണിത്. ഇതോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടും യു ഡി എഫിന് ഭരണം കിട്ടണം. യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടും അവരിതിന് തയ്യാറല്ല എങ്കിൽ അപ്പോൾ കാണിക്കാതെ നമുക്ക് അടുത്ത പരിപാടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സത്യമേവ ജയതേ. എൻ്റെ പേര് ജോസഫ്, E.A. ജോസഫ്. എൻ്റെ വീട് ഈ തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് കുറച്ച് നീങ്ങിയ കുരിയച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ 1980 തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കേരള മദ്യനിരോധന സമിതിയിലെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് പ്രൊഫസർ MP മന്മഥനാണ് മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ്. അന്ന് മുതൽ തുടങ്ങിയതാണ് പ്രവർത്തനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഉള്ള തീഷ്ണതയൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്നൊരു മദ്യത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാനതിൻ്റെ വളരെ 10-20 കൊല്ലയ്ക്കായിട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് നിലവിലുള്ള മദ്യനിരോധന സംഘടന, ഞാനൊക്കെ പ്രവർത്തിച്ച് വരുന്ന സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു മീറ്റിങ്ങിൽ പറയുകയും ചെയ്തു, നമ്മൾ മദ്യനിരോധന സമിതി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യണത്. മദ്യനിരോധനത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളൊരു ഷാപ്പിനെതിരെ സമരം ചെയ്തു, അതിൻ്റെ വാർത്ത പിറ്റേ ദിവസം വന്നു നോക്കി സന്തോഷമായി, അത് കഴിഞ്ഞു, വേറെ പരിപാടിക്ക് വേണ്ടി പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ട് മദ്യനിരോധനം വരണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുറേ ആളുകൾ കൂടി ചേർന്ന് മദ്യവിമോചന മഹാസഖ്യം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ടാർഗറ്റ് മദ്യനിരോധന സമിതി ഉണ്ടായിട്ട് 50 കൊല്ലം തികയുന്ന 2028 കേരളത്തിൽ മദ്യനിരോധന നിയമം വരണം. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ മുന്നണിക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തുക. ഞങ്ങൾ അവർക്ക് വേണ്ട ഈ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ അവരെ കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങ് 102 മണിക്കൂർ ഉപവാസം സമരം നടത്തിയല്ലോ. അപ്പോൾ അത് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മദ്യനിരോധനത്തിന് വേണ്ടി വലിയ പ്രസംഗമൊക്കെ നടത്തുന്നല്ലാതെ മദ്യനിരോധനം വരണമെന്ന് പറയുന്ന സ്ഥിരമായൊരു സംവിധാനം കേരളത്തിലില്ല. ഓരോരുത്തർക്ക് തോന്നിമാരി ഇടയ്ക്ക് ഓരോ പരിപാടി ചെയ്യുക, അത് കഴിഞ്ഞത് പോയി. അപ്പോൾ ഞാൻ ഒരു 2008 ഒരു തീരുമാനമെടുത്തു. ഞാൻ എന്നെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കണം. ഞാൻ വ്യതിചലിച്ച് പോകരുത്, ഞാൻ ഇതിലുണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യം ഓരോ കൊല്ലവും 6 മണിക്കൂർ സമയം വർദ്ധിപ്പിച്ച് അങ്ങനെ എൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് എൻ്റെ സമയവും ദീർഘിപ്പിച്ച് ഞാൻ ഉപവസിക്കാൻ തീരുമാനിച്ചു. 2008 ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷം 96 മണിക്കൂറാണ് ഉപവസിച്ചത്. ഈ കൊല്ലം 6 മണിക്കൂർ കൂട്ടിയപ്പോൾ 102 മണിക്കൂറായി. അടുത്ത കൊല്ലം അത് 108 മണിക്കൂറാവും. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയി തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു ടോക്ക് ഉണ്ടായി വരണം. മദ്യനിരോധനം എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള സാധനമാണെന്നും അതിൻ്റെ ഗുണം ഇന്നതൊക്കെയാണെന്ന് അവിടെ ആളുകൾ വരണം, കാണണം, കേൾക്കണം. അതിനാണ് ഞാൻ തിരുവനന്തപുരം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ താടിമുടിയൊക്കെ വളർത്തി ഈ തെക്കേ ഗോപുരനടയിൽ വെച്ചാണ് ഞാൻ തലമുണ്ടനൊക്കെ ചെയ്തത്. ഇനി കേരളത്തിൽ മദ്യനിരോധന നിയമം വന്നിട്ട് ഞാൻ മുടി വെട്ടുകയോ താടി പഠിക്കുകയോ ചെയ്യുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, ഉഗ്ര ശബ്ദം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ എൻ്റെ ചിത്രത്തിൽ കാണുമ്പോഴോ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോഴോ എനിക്ക് എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്താണ് മദ്യനിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വേറൊരു സ്ഥലത്തേക്ക് എന്നെ ശ്രദ്ധ തിരിയരുത്. ഞാൻ ഒരുപാട് സംഘടനകളുണ്ട്, പക്ഷേ ഒന്നിൻ്റെയും ഞാൻ ഭാരവാഹിത്വം എടുക്കില്ല. എൻ്റെ ലക്ഷ്യം കേരളത്തിൽ മദ്യനിരോധനം വരണം. ഞാനിത് പറയുമ്പോൾ നല്ല ബോധ്യമുള്ള ആളുകൾ ഈ സംഘടനയിൽ ചേരുകയാണ്.
അതായത് ഇത് നടക്കും, ഇവരെന്തെങ്കിലും ചെയ്യും. മറ്റുള്ള സംഘടനകളിൽ നിന്ന് ഒരു വിശ്വാസം ഇല്ലാണ്ടായി ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മദ്യനിരോധനം വരുത്തണം. അതിനു വേണ്ടി ജീവൻ സമർപ്പിക്കണമെങ്കിൽ ജീവൻ സമർപ്പിക്കണം. എന്നോട് പലരും പറയാറുണ്ട്, ജോസഫ് ഏട്ടൻ വയസ്സ് കൂടുന്നതിനനുസരിച്ച് സമയം തീർപ്പിക്കരുത്, പെട്ടെന്ന് വീണ് മരിക്കും. അപ്പം ഞാൻ അവരോട് പറയുന്നത്, താൻ മരിക്കലോ, നിങ്ങൾ മരിക്കില്ലേ? എല്ലാവരും മരിക്കും, മരിക്കാണ്ടിരിക്കില്ല. പക്ഷേ ആ മരിക്കുന്നത് വെറുതെ പട്ടി കടിച്ചിട്ടോ പാമ്പ് കടിച്ചിട്ടോ സുഖത്തോടെ മരിക്കുന്നതിനേക്കാളും നല്ലതാണ്. കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ കേരളം ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി പൊതുസ്ഥലത്ത് വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്യാഗമാണ്, ജീവൻ സമർപ്പിക്കലാണ്. എൻ്റെ മരണം ഈ കേരളത്തെ ലഹരി മുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.